അവന്റെ നാഡീ ഞരമ്പുകളിൽ ഒഴുകുന്ന ചിന്തയും ലക്ഷ്യവുമെല്ലാം എന്താ? ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റിനെയും എങ്ങനെ വകവരുത്താം എന്നുള്ളതാണ്. അതാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ അതിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഹൃദയത്തോട് കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത്, ഹൃദന്ത സ്ഫുര തുക്ഷയാ ധ്യേയനിഷ്ഠ. എന്റെ ഹൃദയത്തിൽ സ്ഫുരിക്കട്ടെ ധ്യേയനിഷ്ഠ. എന്താ ധ്യേയനിഷ്ഠ? പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത. ഈ രാജ്യം ശക്തിമത്തായ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക. എന്താ ഹിന്ദുരാഷ്ട്രം? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് പുലർത്തുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു അവസരം ഉണ്ടാവില്ല. പക്ഷേ കാലം മാറും, കോലവും മാറും. ഞാൻ അട്ടപ്പാടിയിൽ ദീർഘകാലം പ്രചാരകനായിരുന്നു. അവിടെ RSSന്റെ ഒരു ശാരീരിക പ്രമുഖുണ്ട്, ഗോയിനട്ടൻ എന്ന് പറഞ്ഞാൽ വെയില് നാലത്തടിച്ചൊരു ഊശാൻ മീശയെല്ലാം വെച്ചിട്ട് ഗോയിനട്ടനെ കുറിച്ച് സാധാരണ പറയാ 100 ആൾക്ക് ഒരു ഗോയിന എന്നാ പറയാ. ഗോയിനട്ടൻ നടക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ടെല്ലാം മാറി നിൽക്കും. അട്ടപ്പാടിയിൽ ഭയങ്കര പേടിയാ എല്ലാവർക്കും ഗോയിനട്ടനെ, പോലീസുകാർക്ക് പോലും പേടിയാ. അപ്പൊ ഒരു ദിവസം ഗോയിനട്ടൻ എന്നോട് പറഞ്ഞു, കള്ളമലയിൽ ക്രൈസ്തവ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അങ്ങനെ അവിടെ ചെന്ന് ഒരു പ്രസംഗം നടത്തണം. ഞാൻ പറഞ്ഞു, ഗോയിനട്ട, ഒന്നാമത് കള്ളമല കംപ്ലീറ്റ് ക്രൈസ്തവ കുടുംബങ്ങളാണ്, അവിടെ പോയി പ്രസംഗിച്ചാൽ ജീവൻ പോലും ഉണ്ടാവില്ല. എന്നോട് പറഞ്ഞു, ഗോയിന്ന ഞാനില്ലേ 100 ആൾക്ക് ഒരു ഗോയിന്ന. അങ്ങനെയെല്ലാം കൂടി ഞാൻ കള്ളമലയിൽ ഒരു പരിപാടി, ഞാനും ഗോയിന്നേട്ടനും മാത്രം വേദിയിൽ, മുന്നിൽ മുരുകൻ കേൾവിക്കാരനായിട്ട്. മുരുകൻ മാത്രം, വേറെ ആരുമില്ല, പേടിയ എല്ലാവർക്കും. ഞാനങ്ങ് തുടങ്ങിയില്ലേ, മൈക്ക് കിട്ടിയാൽ വിടുവോ? ഞാൻ പറഞ്ഞു, കാലിത്തൊഴുത്തിലല്ലടാ യേശു ജനിച്ചെന്ന് ചോദിച്ചു. ഇതേതോ യേശു വിശ്വാസിക്ക് പിടിച്ചില്ല, ഒരു ഏറുപടക്ക് ഒരൊറ്റ ഏറാ വേദിയിൽ, കംപ്ലീറ്റ് പുക. ഞാൻ ആദ്യം നോക്കി തേട്ടി നിറയുന്നത് പിറകിൽ ഗോയിനേട്ടനുണ്ടോന്ന്, കാണുന്നില്ല, ഗോയിനേട്ടനെ കാണുന്നില്ല. പിന്നെ ഞാനെല്ലാം കൂടി ജെറ്റ് വിട്ട പോലെ വിട്ടാടുന്നു. മുരുകൻ കാണാൻ എന്നെക്കാളും വേഗത്തിൽ ഓടിയിട്ട് എന്റെ അഴിഞ്ഞുപോയ മുണ്ടെടുത്ത് വന്നിട്ട് എന്നോട് പറയാ, ചേട്ടാ അടിയിലൊന്നും ഉടുക്കാണ്ടിങ്ങനെ ഓടരുത്, നാണക്കേടല്ലേ. പിറ്റേ ദിവസം ഞാൻ രാവിലെ അഗളി കാര്യാലയത്തിൽ വന്നിട്ട് നോക്കുമ്പോ ഗോയിനേട്ടൻ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു, അല്ല ഗോയിനേട്ട, ഇങ്ങളെന്തൊരു ഓട്ടാ ഓടിയേ? എന്നോട് പറഞ്ഞു, ഞാൻ ആരാ? ഗോയിനേട്ട. എന്റെ ദൗത്യം എന്താ? ശാരീരിക പ്രമുഖ്, ആയുധാഭ്യാസങ്ങൾ പഠിപ്പിക്കുക. ഞാൻ മരിച്ചാൽ വേറെ ആരെങ്കിലും ചെയ്യൂ ഇത്? അല്ലാതെ പേടിച്ചോടിയതല്ല. ഞാൻ ആദ്യത്തെ OTC കഴിഞ്ഞത് മധുരയിലാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള തിരുവേടകം വിവേകാനന്ദ കോളേജിലെ ആദ്യത്തെ OTC കഴിഞ്ഞു. OTC എന്ന് പറഞ്ഞാൽ RSSന്റെ ഒഫീഷ്യൽ ട്രെയിനിങ്, 1 മാസത്തെ ഒരു പരിപാടിയാണ്. എങ്ങനെ മുസ്ലിങ്ങളെ കൊല്ലാം, എങ്ങനെ ക്രിസ്ത്യാനികളെ വകവരുത്താം, എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ വകവരുത്താം, ഇതൊക്കെയാ പഠിപ്പിക്കുന്നത്, പഠന വിഷയം. അതൊക്കെ പഠിച്ചയാളാ. എങ്ങനെയാ നമ്മൾ ജില്ലാ സെക്രട്ടറിനെയും ജില്ലാ പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം, അല്ലേ? പക്ഷെ BJPന്റെ എങ്ങനെയാണെന്ന് അറിയുന്നത്? BJPന്റെ ഒരു പ്രത്യേക തരത്തിൽ ഈ തവണ മത്സരം ഭയങ്കര കടുപ്പായിരുന്നു. ശോഭാ സുരേന്ദ്രൻ, ഉള്ളി സുരു, MT രമേശ്, അങ്ങനെ ഭയങ്കര മത്സരം, കടുത്ത മത്സരമായിരുന്നു. എന്താ, എങ്ങനെയാ BJPന്റെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക? ഏറ്റവും കൂടുതൽ മണ്ടത്തരം ആരാണോ പറയുന്നത് അയാളാണ് സംസ്ഥാന പ്രസിഡന്റ്. മഞ്ഞൾ ശോഭ പറഞ്ഞു, ഞാൻ 8 സെന്റിൽ മഞ്ഞൾ കൃഷി ചെയ്ത് കോടികൾ ഉണ്ടാക്കി. അപ്പൊ ഞാൻ എന്നല്ലേ മണ്ടൻ? ഉള്ളി സുരു പറഞ്ഞു, ഞാൻ ചെടിച്ചട്ടിയിൽ കൊടി നാട്ടി. ഞാനല്ലേ മണ്ടൻ? അവസാനം തിരുമണ്ടനെ തെരഞ്ഞെടുത്തു, സംസ്ഥാന പ്രസിഡന്റായി ഉള്ളി സുരു അല്ലേ. ഞാൻ പറയുന്നത് അതിനേക്കാളും അർഹതയുള്ള ഒരാൾ നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആരാന്നറിയുന്നത്? നമ്മുടെ ഗവർണർ ആരിഫ് ഖാൻ. പുള്ളിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ. ഇവരെക്കാളും പൊട്ടനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെല്ലാം വിടുവായത്തങ്ങളായി ഇവർ പറയുന്നത്. അഹിംസയാണ് പരമമായ ധർമ്മം, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കലാണ് ഭാരതീയ സനാതന ധർമ്മമെങ്കിൽ ഇതിന്റെ ഏത് പക്ഷത്താണ് ദണ്ഡയും ചുരികയും വാളുമൊക്കെയായി തോക്കുമൊക്കെയായി ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലാതാക്കി ഈ രാജ്യത്ത് ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടാക്കാൻ ബന്ധപ്പെടുന്ന പ്രവർത്തിക്കുന്ന
ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്ന RSSന്റെ സ്ഥാനം എവിടെയാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 25 വർഷക്കാലം, 5 വയസ്സ് മുതലേ തുടങ്ങിയതാണ് എൻ്റെ RSSന്റെ ജീവിതം. ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കരുതൂ ഈ ആസാദി നൈറ്റ് കൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ നന്നാവും. അവർക്കൊക്കെ മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് വെറുമൊരു കരുതൽ മാത്രമാണ്. നരേന്ദ്രമോദി അത്ര പുണ്യവാനാണോ? അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ മഹാരാഷ്ട്രയിൽ പ്രചാരകനാണ്. അന്ന് ഗുജറാത്ത് കലാപം നടക്കുന്നു. ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ ചുട്ടുചാമ്പലാക്കിയ സ്വയം സേവകർക്ക് അന്തേരി കാര്യാലയത്തിൽ സ്വീകരണം കൊടുത്തവരിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ നാട്ടിലെ RSSകാർ കേൾക്കണം. 7 സ്വയം സേവകന്മാർ ഒരു ഗ്രൂപ്പായി ഗാന്ധിജി ജനിച്ച പോർബന്ദറിനടുത്ത് ഒരു വീട്ടിൽ കയറി. ഗണപതിന്റെ ചിത്രമുള്ള വീട് വെള്ളം കുടിക്കാൻ കയറിയതാ. വാതിൽ മുട്ടിയപ്പോ തുറന്നു വന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. കാരണം മുന്നേ താമസിച്ചത് ഹിന്ദു കുടുംബ. അപ്പോ ഇവര് താമസിച്ചപ്പോ ഗണപതിന്റെ ഫോട്ടോ കളഞ്ഞില്ല, അവിടെ തന്നെ വെച്ചു. ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. വെള്ളം വേണമെന്ന് പറഞ്ഞു സ്വയം സേവകന്മാർ. ഈ ഉമ്മ പൂർണ്ണ ഗർഭിണിയല്ലേ, പതുക്കെ നടന്ന് അടുക്കളയിൽ ചെന്ന് ഒരു വലിയൊരു പ്ലേറ്റിൽ 7 ഗ്ലാസ് വെള്ളവുമായി തിരിച്ചു വരുമ്പോ ഈ സ്വയം സേവകർക്ക് ഒരു ഫോൺ കോൾ. എന്താ ഫോൺ കോൾ? സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല. ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ആ പൂർണ്ണ ഗർഭിണിയായ ഉമ്മയെ ഇവർ കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് കൊണ്ടുവന്ന തൃശൂലമെടുത്ത് ആ പൂർണ്ണ ഗർഭിണിയുടെ നിറവയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരിച്ച് പുറത്തേക്കെടുത്തു. രക്തം പൊട്ടിയൊലിച്ച് തൽക്ഷണം ആ ഉമ്മ അവിടെ മരിച്ചു വീണു. എന്താ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. ആ തൃശൂലത്തിന്റെ മുനമ്പിൽ ആ ഉമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണമുണ്ടായിരുന്നു. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ അവിടെ ഒരു ഉമ്മ മുറ്റമടിക്കുന്നു, 4 കുട്ടികളും ചുറ്റും കളിക്കുന്നു. വന്ദേ മാതരവും ഓം കാളിയും വിളിച്ചു വരുന്ന ഈ കലാപകാരികളെ കണ്ട് ഈ കുട്ടികൾ അകത്ത് കട്ടിലിനടിയിൽ പോയി ഒളിച്ചു. തട്ടം മാറ്റി തലമുടി പിടിച്ച് വലിച്ചടിച്ച് ഈ ഉമ്മയെ ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. ഈ കട്ടിലിനടിയിൽ കിടക്കുന്ന 4 കുട്ടികളെയും ഇവർ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് എടുത്തു. അതിലൊരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. എന്താ കാരണം? ആ കുട്ടിക്ക് ജന്മന സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുട്ടിയാ. ആ 4 കുട്ടികളെയും വീടിന്റെ അടുത്തുള്ള സെപ്റ്റി ടാങ്ക് കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന് ആ സെപ്റ്റി ടാങ്കിലിട്ട് മൂടി ആ 4 കുട്ടികളെയും. ആ 4 കുട്ടികളും ശ്വാസം മുട്ടിയിട്ടല്ലേ മരിച്ചിട്ടുണ്ടാകുക. ആ ഉമ്മയെ വാതിൽ തുറന്ന് 7 പേരും മാറി മാറി ബലാത്സംഗം ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്ന പെട്രോൾ ആ ഉമ്മയുടെ തലയിൽ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇനിയൊരു കുട്ടിക്ക് ജന്മം നൽകാൻ നിനക്ക് കഴിയാതെ പോവട്ടെ എന്ന് പറഞ്ഞ് പച്ചക്ക് കത്തിച്ചു ആ ഉമ്മയെ. അന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ ഒരു വൃദ്ധയായ ഒരു ഉമ്മ, നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ഒരു ഉമ്മ, തനിച്ച് വീട്ടിൽ വാതിൽ തുറന്ന് സ്വയം സേവകന്മാർ പറഞ്ഞു, ഇവിടുത്തെ സമ്പാദ്യങ്ങളൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ മകൻ ജോലിക്ക് പോയിരിക്കുക. നിങ്ങൾ ആരാണ്? എന്തിനാണ് വന്നത്? എന്തിനു വന്നു? ഈ ഉമ്മയെ ഇവർ ബലമായി പിടിച്ച് ജനലിൽ ഇങ്ങനെ കെട്ടിയിട്ടു. ഉമ്മക്കാകെ ഭയന്ന് ഉമ്മ പറഞ്ഞു, എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം തരൂ എന്ന് പറഞ്ഞപ്പോ ഇവരെന്താ ചെയ്തെന്നറിയോ? RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ചുരിക, എസ്സാകൃതിയിലുള്ള കത്തി. അതിന്റെ പ്രത്യേകത ഇരുതല മൂർച്ചയുള്ള കത്തിയാണ്. അതിങ്ങനെ കുത്തി ഒരു തിരിച്ച് പുറത്തേക്കെടുത്താൽ ഓപ്പറേഷൻ പോലും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള അതിക്രൂരമായ ആയുധമായ ചുരിക എടുത്ത് ഈ ഉമ്മയുടെ പ്രായമുള്ള, നരേന്ദ്രമോദിയുടെ അമ്മയുടെ പ്രായമുള്ള ഉമ്മയെ കുത്തി അതിൽ നിന്ന് ഉറ്റിറ്റു വീഴുന്ന രക്തം ഒരു ഗ്ലാസിൽ പകർത്തി. ആ ഗ്ലാസ് ആ രക്തം കൊണ്ട് നിറഞ്ഞപ്പോ
ഈ ഉമ്മയോട് പറഞ്ഞു ഇത് കുടിച്ചോളാൻ പറഞ്ഞു. അവസാന തുള്ളി രക്തവും താഴെ വീണ് ഉമ്മ മരിച്ചു എന്നുറപ്പാക്കിയപ്പോഴാ ആ കലാപകാരികള് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾ ഓർക്കുക, എന്താ ആ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. അങ്ങനെയുള്ള RSSകാരനായ നരേന്ദ്രമോദിക്ക് മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയെങ്കിൽ അത് തെറ്റ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എന്താ നരേന്ദ്രമോദി ഈ ഭരണത്തിൽ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇപ്പൊ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പൗരത്വ നിയമം. നരേന്ദ്രമോദിയോട് ഒരാൾ ചോദിച്ചു, വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ചു, നരേന്ദ്രമോദിയുടെ പൗരത്വം എങ്ങനെയാ തിരിച്ചറിയാ? അപ്പൊ പറഞ്ഞു അദ്ദേഹം ജന്മന ഇന്ത്യക്കാരനാണെന്ന്. ജന്മന അന്ധൻ, ജന്മന മൂകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജന്മന ഇന്ത്യക്കാരനെന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. എന്താണ് അദ്ദേഹം ഈ രാജ്യത്ത് കൊടുത്ത സമൃദ്ധി? എന്താണ്? വന്നപാട് പറഞ്ഞു പശു അമ്മയാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മ ചിലപ്പോൾ പശുവായിരിക്കും, നമ്മളെ അമ്മ പശുവാണ്. ആ പശുവിന്റെ പേരിൽ മാത്രം ഈ രാജ്യത്ത് നടന്ന കലാപത്തിൽ 200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. രാജ്യം മുഴുവനും തെണ്ടി നടക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് നരേന്ദ്രമോദി മാത്രമാണ്. ഏറ്റവും കൂടുതൽ തന്തക്ക് വിളി കേട്ട ഒരു പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം. അതല്ലേ പറയുന്നു, ചേരി ചേരാ നയത്തിന്റെ ഉപജ്ഞാതാവ് നെഹ്റു, ചേരി കാണാ നയത്തിന്റെ ഉപജ്ഞാതാവ് നരേന്ദ്രമോദി. എല്ലാ സ്വയം സേവകനും ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നീലാബ്ദി ബീജി പരിസേവിത പുണ്യഭൂമി ശൈലാദിരാജ പരിശോഭിത ദേവഭൂമി. ഈ ഹിന്ദുഭൂമി ഭുവനത്രയ പൂജയായി തീരാഞ്ജപിക്ക പരിപാവന സംഘമന്ത്രം. എന്താ ഇതിന്റെ അർത്ഥം? ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുവാൻ നിങ്ങൾ ശാഖയിലേക്ക് വരിക. എന്താണ് ഹിന്ദുരാഷ്ട്രം? RSSന്റെ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി ഹിന്ദുരാഷ്ട്രമാണോ? അല്ല. RSSന്റെ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന് പറയുന്ന രണ്ടാമത്തെ സർസംഘചാലക എഴുതിയ വിചാരധാരയിൽ പറയുന്നു, ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാകുവാൻ 3 ശത്രുക്കളെ ഈ രാജ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. അതിലൊന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യൻ, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റ്. ഇതാണ് ഹിന്ദുരാഷ്ട്രം. ആ ഹിന്ദുരാഷ്ട്രമാകുവാൻ നിങ്ങൾ എന്ത് വേണം? ശാഖയിലേക്ക് വരണം. ഇനി അടുത്ത വരി എന്താ? ഭക്ത്യാദരേണ ഭഗവത്കൊടി സാക്ഷിയാക്കി ശീലിക്കുമെന്നു പരമേറ്റ മഹാവ്രതത്തെ ആത്യന്തിക പ്രിയമോടും പരിരക്ഷ ചെയ്യാൻ നിത്യം ജപിക്ക പരിപാവന സംഘമന്ത്രം. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ ദേശീയ പതാകന്റെ കളർ എന്താ? കാവിയുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട്, അല്ലേ? ഇതിൽ പച്ചയും വെള്ളയും ഇവർക്ക് തീരെ പിടിക്കുന്നില്ല. എന്ത് വേണം? ആ ദേശീയ പതാക എന്താക്കണം? കാവി പതാകയാക്കണം. അങ്ങനെ ഇന്ത്യയുടെ ദേശീയ പതാക കാവി പതാകയാക്കാൻ, കാവി ധ്വജമാക്കാൻ നിങ്ങൾ ശാഖയിലേക്ക് വരിക എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇങ്ങനെ ദൈനംദിനമായി എല്ലാ ദിവസവും നിത്യേന ചൊല്ലുന്ന നരേന്ദ്രമോദിക്ക് മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്താ RSSന്റെ പ്രാർത്ഥന? എന്താ? ഏതൊരു സ്വയം സേവകനും തന്റെ ഹൃദയത്തോട് വലത് കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമസ്തേ സദാവത്സലേ മാതൃഭൂമേ, നമസ്തേ അങ്ങയെ നമിക്കുന്നു, സദാ എല്ലായ്പ്പോഴും, വത്സലേ വാത്സല്യം നിറഞ്ഞവളായ മാതൃഭൂമേ, ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം, ഹേ ഹിന്ദുഭൂമേ. എങ്ങനെയുള്ള ഹിന്ദുഭൂമിയാ? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റ് ഇല്ലാതെ, ഹേ ഹിന്ദുഭൂമേ അങ്ങനെ സസുഖം വളർത്തുന്നു. മഹാമംഗലേ പുണ്യഭൂമേ തൊതർത്തെ, മഹാമംഗലയായ പുണ്യഭൂമേ തൊതർത്തെ ഞാൻ സമർപ്പിക്കുന്നു. പദത്വേ ഷഖായോ നമസ്തേ നമസ്തേ. ഞാൻ ഈ ഹിന്ദുരാഷ്ട്രമുണ്ടാക്കുവാൻ വേണ്ടി എൻ്റെ ശരീരവും മനസ്സും സമർപ്പിക്കുന്നു. ഇതാര് സമർപ്പിച്ചു കഴിഞ്ഞു? മോദിയും അമിത്ഷയും ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞു.
എന്താ വേണ്ടത്? എന്താണ് ഈശ്വരനോടുള്ള പ്രാർത്ഥന? എന്താ? പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത. ഈശ്വര, ശക്തിമത്തായ ഒരു ഹിന്ദുരാഷ്ട്രത്തെ സൃഷ്ടിക്കുവാൻ. എങ്ങനെയുള്ള ഹിന്ദുരാഷ്ട്രം? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ഒരു ഹിന്ദുരാഷ്ട്രത്തെ സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് 2 വരങ്ങൾ നൽകണം. എന്താ വരം? അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി, അജയ്യമായ ശക്തി. സുശീലം ജഗധ്യേനം ഭവേ, കുറുക്കന്റെ കൗശലം. ഇവ നൽകി അനുഗ്രഹിച്ചാലും എന്നാണ് RSSന്റെ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതാണ്. അപ്പൊ അവിടെ നമ്മുടെ സെൻകുമാർ ഉണ്ടല്ലോ, TP സെൻകുമാർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ RSSനുണ്ട്. IPS ഓഫീസർ, അവിടുത്തെ ഒരു IPS ഓഫീസർ നമ്മളെ അന്നത്തെ ക്യാമ്പിൽ പങ്കെടുത്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അത് അദ്ദേഹം പറഞ്ഞൊരു വിഷയം ഇതാണ്. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ 3500ഓളം ശിക്ഷാർത്ഥികളുണ്ട്. അപ്പൊ 3500 സ്വയം സേവകന്മാരുണ്ട്. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ ഉപകാരം? മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ മുന്നിൽ മുസ്ലിങ്ങളാണ് കട നടത്തുന്നത്, അത് ഇല്ലാണ്ടാക്കണം. കാരണം എന്താണെന്നറിയോ? അത് മധുര മീനാക്ഷി അമ്മക്ക് സുഖിക്കൂല. കാരണം മുസ്ലിം അല്ലേ. അതൊന്ന് ഒഴിവാക്കി തരണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അന്ന് എന്താ ചെയ്തെന്നറിയങ്ങൾ? ഞാനന്ന് 10ാം ക്ലാസ് പഠിക്കുക. അന്ന് ഈ ക്യാമ്പ് കഴിയുന്നതിന്റെ തലേ ദിവസം സ്വയം സേവകരെയെല്ലാം മധുര മീനാക്ഷി ക്ഷേത്രം ദർശനം നടത്താൻ വേണ്ടി കൊണ്ടുപോയി. എങ്ങനെയാ കൊണ്ടുപോയെന്നറിയങ്ങൾ? കാക്കി ട്രൗസർ വിട്ട് ദണ്ഡയുമായിട്ടാണ് കൊണ്ടുപോയത് മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ. അതിന്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു പ്ലാനൊക്കെ തയ്യാറാക്കി. ആ ക്ഷേത്രത്തിന്റെ കംപ്ലീറ്റ് ഒരു സ്കെച്ച് വരച്ചിട്ട് അതിൽ ഏതൊക്കെ തലങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾ കട നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായി സ്കെച്ചിട്ടു. എന്നിട്ടാ പരിപാടി. അപ്പൊ ആ സ്കെച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടാ പോയെ. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ കടയുടെയും അടുത്ത് ഇങ്ങനെ ഒന്നുമില്ലാതെ പോലെ ഇങ്ങനെ നിന്നു. ദണ്ഡ ഇങ്ങനെ ഉണ്ട്, ദണ്ഡ ഇങ്ങനെ കയ്യിൽ ഇതാ ഇങ്ങനെ ആക്കി ഇങ്ങനെ നിന്നു. ഒരു ബിസിലടി, ആദ്യത്തെ ബിസിലടിയിൽ ദണ്ഡ പ്രയോഗിക്കുവാൻ വേണ്ടി ഈ കയ്യിലുള്ള ദണ്ഡ ഇങ്ങനെ ആക്കുക. 1ാമത്തെ വിസിലടിച്ചു, നമ്മളെല്ലാവരും ഇങ്ങനെ ദണ്ഡ ഇങ്ങനെയാക്കി. ആർക്കും ഒന്നും മനസ്സിലായില്ല. 2ാമത്തെ വിസിലടിയിൽ വലത്തെ കൈയിൽ ദണ്ഡ വന്നു. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് ഒരു തിരുപാടുമില്ല. ഞാൻ അടക്കമുള്ള ആളുകൾ അടിച്ചു. അതിൽ ഏറ്റവും പ്രായമുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന വളരെ പ്രായമുള്ള ഒരു വെള്ളത്തൊപ്പിയിട്ട ഒരു വൃദ്ധൻ കൈ ഇങ്ങനെ കൂപ്പി. ഞാൻ പക്ഷെ വിട്ടില്ല. ദണ്ഡ കൊണ്ടൊരു ഒറ്റയടി തലക്ക് ബോധം കെട്ടു വീണു. അവിടെ കവർച്ച നടത്തി. അവിടത്തെ ഏതാണ്ട് 32 മുസ്ലിം കടകളും ഞാൻ അടക്കമുള്ള ആളുകൾ കവർച്ച നടത്തി. പോലീസുകാരെല്ലാവരും നോക്കി നിന്നു. ഒരാളും അനങ്ങിയില്ല. ഞങ്ങള് മധുര മീനാക്ഷി ക്ഷേത്രം ദർശനവും നടത്തിയില്ല. ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞു. അടുത്ത വണ്ടിയിൽ ഞങ്ങൾ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് RSS. പഠിക്കണം നമ്മൾ RSSലാണ്. ഇതാണ് RSS. ഇതാണ് ഓരോ സ്വയം സേവകരും ചിന്തിക്കുന്നത്. ഇപ്പൊ ശശികല, കേരളത്തിൽ ശശികലയുണ്ടല്ലോ. എന്തായിരുന്നു ശബരിമല വിഷയവുമായി ഞാൻ വേറെ കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോ എൻ്റെ തറവാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. കല്യാണം കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ തറവാട്ടിൽ എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അമ്മ ഈ ശശികലന്റെ പ്രസംഗം കേൾക്കുക. നിലക്കൽ വെച്ചിട്ടാ പ്രസംഗം. എന്തെന്നാ പ്രസംഗം? അമ്മ നമ്മളോട് മിണ്ടുന്നില്ല, വെള്ളം പോലും കൊടുക്കുന്നില്ല. ഞാനല്ല, എന്നെ 10-30 കൊല്ലമായി അമ്മ കാണുന്നില്ല. എന്നാ പിന്നെ ഈ പെണ്ണോ കല്യാണം കഴിച്ച് എന്തൊക്കെ കൊടുക്കണ്ടേ? അമ്മ ഇങ്ങനെ നിൽക്കുക പ്രസംഗം. കുറെ കഴിഞ്ഞപ്പോ അമ്മ ചാടി എഴുന്നേറ്റു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മയെ ചത്തോ? ചാകാനാ, നീ നോക്ക്. അപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു, കണ്ട 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 കൃഷ്ണപ്പരുന്ത് ആകാശത്തിലൂടെ ഇങ്ങനെ വട്ടം ചുറ്റുന്ന കണ്ട, ഭഗവാൻ വിട്ടതാ. ഞാൻ പറഞ്ഞു, അമ്മ എന്തെന്നാ പറയുന്നത്? അമ്മയല്ലേ ഭാഗവതം എന്നെ പഠിപ്പിച്ചെന്ന്. ലോകത്തില് ആര് സ്ത്രീകൾ കയറണമെന്ന് പറഞ്ഞാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തായാലും അത് പറയൂല എന്ന് അമ്മക്ക് ഉറപ്പല്ലേ? പിന്നെ 2ാമത്തെ ഓപ്ഷനാണ് സാധ്യത. ഏതാ?
രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? പരുന്തിന്റെ ഭക്ഷണം എന്താ? പാമ്പല്ലേ. അപ്പൊ ഉഗ്ര വിഷമുള്ള പാമ്പ് നിലക്കൽ ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുമ്പോ ഇതിനെ റാഞ്ചാൻ വേണ്ടി വന്നതാ ശശികല, വിഷപ്പാമ്പ്. അവളുടെ ഒരൊറ്റ പ്രസംഗം കൊണ്ടാ കാസർഗോഡ് ഒരു കുട്ടിയെ, പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്തിട്ടല്ലേ കൊന്ന്, മഴുകൊണ്ട് കഴുത്തറുത്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ. എന്താ പോലീസുകാരനോട് പറഞ്ഞേ? ഞാൻ സ്ഥിരമായി ശശികലയുടെ പ്രസംഗം കേൾക്കാറുണ്ടെന്നാണ്. ഇതാണ് RSS. RSSന്റെ എല്ലാ പ്രവർത്തന പദ്ധതിയും ഈ 3 ശത്രുക്കളെ മുന്നിൽ നിർത്തി മാത്രമാണ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് സഖാബ് UK കുഞ്ഞിരാമന്റെ സ്മാരകത്തിന്റെ അടുത്ത് നിന്ന്. തലശ്ശേരി കലാപത്തിൽ നെരുവുമ്പായി പള്ളി ആക്രമിക്കാൻ വേണ്ടി RSSകാർ 100-300 ആളുകൾ വന്നപ്പോ അദ്ദേഹം ഒറ്റയ്ക്ക് നിർഭയം ഒരു കപ്പക്കൊള്ളി എടുത്തിട്ട് പറഞ്ഞു, എന്നെ കൊന്നാലേ നിങ്ങൾക്ക് ഈ പള്ളി ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ കേരളത്തിൽ പള്ളിയെ സംരക്ഷിച്ചതിൽ രക്തസാക്ഷിയാകേണ്ടി വന്നവന്റെ പേര് സഖാവ് UK കുഞ്ഞിരാമൻ എന്നാണ്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ അടുത്താണ് എന്റെ വീട്. ഇവിടെ മുന്നേറ്റങ്ങളുടെ സമരോജ്വലമായ ഇതിഹാസങ്ങൾ വരച്ചു ചേർത്ത നാടാണ് ഈ കേരളം. ഈ കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ പൗരത്വ നിയമത്തിന് എതിരായി. അത് കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും CPIM ആയാലും CPI ആയാലും എല്ലാ പ്രസ്ഥാനങ്ങളും ഈ നരാധമത്വത്തിനെതിരായി, ഈ രാക്ഷസീയതയ്ക്കെതിരായി ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാലഘട്ടമാണിത്. ഇവിടെ ഈ പോരാട്ടങ്ങൾക്ക് അവസാനം കൊടുക്കാൻ പാടില്ല. ഈ മുന്നേറ്റങ്ങൾ ഒരിക്കലും നിലക്കാൻ പാടില്ല. കാരണം ഓരോ സ്വയം സേവകനും ഉണർന്നെഴുന്നേൽക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ വംശശുദ്ധി വരുത്തുക എങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. എങ്കിൽ ഈ രാജ്യത്തെ ശാഖയാണ് ലഷ്കർ-ഇ തോയ്ബിയേക്കാളും ISISനേക്കാളും ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം ഈ രാജ്യത്തെ ശാഖയാണ്. അങ്ങനെ ശാഖയാണ് തീവ്രവാദ പ്രസ്ഥാനമെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന് വിളിക്കേണ്ടി വരും നമുക്ക്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ ഭാരതത്തിന്റെ വികലമായ സങ്കല്പങ്ങളെ മാത്രം വരച്ചു ചേർത്ത വിചാരധാര ഒരു തവണയെങ്കിലും വായിച്ചിരുന്നു എങ്കിൽ അയോധ്യ കേസിൽ ആ വിധി പറയില്ലായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. വായിക്കണം വിചാരധാര. ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ ജീവചരിത്രമുണ്ട്. അതെല്ലായിടത്തും കിട്ടും, വായിച്ചു നോക്കണം. അതില് ഈ സവർക്കറുമായി ഈ ഹെഡ്ഗേവാർ ഒരു ബന്ധം പുലർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത്? ഒരു തോക്ക് കൊടുത്തിട്ടാണ് ബന്ധം പുലർത്തുന്നത്. ഒരു തോക്ക് സമ്മാനമായി കൊടുത്തു സവർക്കർക്ക്. എന്നിട്ട് അതിലൊരു രസകരമായ ഒരു അനുഭവം പറയുന്നുണ്ട് ആ ബുക്കിൽ. ശേഷാദ്രി എഴുതിയ പുസ്തക, RSSന്റെ രണ്ടാമത്തെ സഹസർക്കാര്യവാഹ് HJ ശേഷാദ്രിജി എഴുതിയ ഹെഡ്ഗേവാറിന്റെ ജീവചരിത്രത്തിൽ 33-ാമത്തെ പേജിൽ ഒരു ചെറിയ കഥ പറയുന്നുണ്ട്. എന്താ കഥ എന്നറിയാം? RSSന്റെ ശാഖ നാഗപ്പൂരിൽ ആരംഭിച്ചു. 7 ദിവസം കഴിഞ്ഞു. 15 ആളുകൾ മാത്രമേ ആ ശാഖയിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ശാഖയിൽ ഒരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായി, എന്താ തീരുമാനം ഒന്നും പറയുന്നില്ല, അവിടെ ഒരു കലാപം വന്നു. എങ്ങനെയാ കലാപം? ഒരു പള്ളിയിൽ, ആ പള്ളിന്റെ മുകളിൽ ഓം എന്ന് വരച്ചു. ഇതുവരെ അങ്ങനെ ഒരു വര അവിടെ ഉണ്ടായിട്ടില്ല. ഒരു മുസ്ലിം പള്ളിയിൽ ഓം എന്ന് വരച്ചു. അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അവിടുത്തെ ബ്രാഹ്മൺസായ ഹിന്ദുക്കൾ, നോക്കണം, ബ്രാഹ്മൺസായ ഹിന്ദുക്കൾ, അവർക്ക് ആയോധന കലയൊന്നും പരിചയമില്ല. അവര് പൂജാവിധികൾ മാത്രം അറിയുന്ന ആളുകളാണ്. അവരോടി ഹെഡ്ഗേവാറിന്റെ ശാഖയിലേക്ക് വന്നു. ശാഖയിൽ വന്നപ്പോ ഹെഡ്ഗേവാർ പറഞ്ഞു, ഞങ്ങൾ 15 ആളേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഇത്രയും ആളുകളില്ലേ?